സഹോദരങ്ങളെ പലവിധേന സഹിക്കേണ്ടതുണ്ട്. ചെറിയ ഒരു ഘട്ടത്തിൽ പോലും സഹിക്കാതിരുന്നാൽ നമ്മെ ഒരു മാതൃകാ യോഗ്യതയുള്ള ബാപ്പയാക്കി മക്കൾ കാണൂല. എപ്പോഴും കുരച്ചു ചാടുന്ന ബാപ്പ, എന്തൊരു കൊരക്കലാണ് ബാപ്പ കൊരക്കുന്നത്. അങ്ങനെ കുരച്ചു ചാടാൻ പാടില്ല. ഭക്ഷണത്തിൽ ഒരൽപ്പം ഉപ്പ് കൂടുതലായി പോയി, കൽപ്പിച്ചുകൂട്ടി ആരും ഉപ്പൊന്നാകെ കൊണ്ടുപോയി ഇടില്ലല്ലോ. ഒരൽപ്പം എരിവ് കൂടുതലായി പോയി, നമ്മുടെ മൂക്കിലൂടെയും കണ്ണിലൂടെയും വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. ഒന്ന് സഹിച്ചേക്കാം, എപ്പോഴുമില്ലല്ലോ, ഒരിക്കൽ സംഭവിച്ചതല്ലേ. ഇതും നമുക്കൊരു സന്തോഷത്തോടെ സ്നേഹത്തോടെ വെച്ചു തരുന്നതല്ലേ. നമുക്കിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി തരുക എന്നതും കൃത്യമായിട്ട് ആ ഭക്ഷണം കൊണ്ടുതരിക എന്നതും അവരുടെ ഉത്തരവാദിത്തമോ ബാധ്യതയോ കടമയോ അല്ലല്ലോ. സ്നേഹത്തിന്റെ ഭാഗമായി, സന്തോഷത്തിന്റെ ഭാഗമായി, പാരസ്പര്യത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിത്തരുന്ന ഈ ഭക്ഷണത്തിന് ഈ വിധം കുറ്റം പറഞ്ഞാലോ? ചിലർക്ക് ഭക്ഷണത്തിൽ നിന്നൊരു ചെറിയ മുടി കിട്ടിയാൽ സുബ്ഹാനല്ലാഹ്, അന്നും പിറ്റേന്നും മുഴുവനായും അവിടെ സമരമാണ്. ചെറിയ സമരമല്ല, വലിയ സമരം. അവരുടെ വർത്തമാനങ്ങൾ കേട്ടാല് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകാൻ കൊണ്ടുപോകാൻ പറ്റും. അത്രയും ചൂടും ചുക്കാന്തിയുമുള്ള വർത്തമാനമാണ്. അതിന്റെ ഉദാഹരണമൊന്നും മൈക്കിൽ പറയാൻ പറ്റൂല, പരിപാടി ലൈവായി പോകുന്നത് കൊണ്ട്. എന്തെല്ലാമാണ് ചിലര് പറയുന്നത് എന്നറിയുമോ? നെറികേടിന് ഇനി ഡിക്ഷണറിയിൽ വാക്കില്ല എന്ന് വരും. അത്തരത്തിൽ നെറികെട്ട വാക്കുകൾ ഒരിക്കലും അരുത്. അത് കേട്ടുകൊണ്ട് വളരുന്ന ഒരു കുടുംബം, ഒരു പിൻതലമുറ അപ്പുറത്തുണ്ട്. ബാപ്പ തുടങ്ങി, ഇനി ബാപ്പാന്റെതാണ്. ഉമ്മ തുടങ്ങി, ഇനി ഉമ്മാന്റെതാണ്. ഓരോരുത്തരെയും അവര് വിലയിരുത്തും. ഒരാൾക്കും അവര് വില കൽപ്പിക്കില്ല. ചെറിയ ഒരു സംഗതിക്ക് വേണ്ടി നീണ്ട രൂപത്തിൽ ഒന്നാകെ കയർക്കുന്ന സ്വഭാവം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൽ ഒരു മുടി കിട്ടിക്കഴിഞ്ഞാൽ ചൂടാകണം എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ദേഷ്യപ്പെടണം എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. കയർക്കണം എന്നല്ല പഠിപ്പിക്കുന്നത്. ആ ഭക്ഷ്യവസ്തുവിന്റെ വിലയും നിലയും തൂക്കവും പറഞ്ഞുകൊണ്ട് അവിടെ സമരസപ്പെടണമെന്നല്ല പഠിപ്പിക്കുന്നത്. പകരം ഏറ്റവും നല്ല സഹന സ്വഭാവമാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. തങ്ങൾ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു കുടിക്കാൻ അംർ ഇബ്നു അഖ്തബിൽ അൻസാരി റളിയല്ലാഹു അൻഹു പാനപാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു പ്രത്യേകം ഉദ്ധരിക്കുന്നത് കാണാം. പാനപാത്രം മരത്തിന്റെ ഒരു പാത്രമായിരുന്നു. മരപാത്രത്തിൽ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവന്നപ്പോ ആ വെള്ളത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് നോക്കിയപ്പോൾ ഒരു മുടി കണ്ടു. മുടിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കൊണ്ടുവന്ന സ്വഹാബിയെ ചീത്ത പറഞ്ഞില്ല. ആ സ്വഹാബിയോട് കറുത്ത കണ്ണ് കാണിച്ചില്ല. അവിടുന്ന് എന്താ ചെയ്തത് എന്നറിയോ? മുടി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചൊരൊറ്റ ദുആ, അല്ലാഹുമ്മ ജമ്മിൽഹു. കുറെ ദീർഘം ദ്വാരക്കാല്ലാത്തോണ്ട് വേഗം പഠിച്ചു വെക്കാൻ പറ്റുമല്ലോ. പെണ്ണുങ്ങളാവുമ്പോ അല്ലാഹുമ്മ ജമ്മിൽ ഹാന്നും കൂടി ഒന്ന് ദ്വാരത്താൽ മതി. അല്ലാഹുമ്മ ജമ്മിൽഹു, അല്ലാഹുവേ ഈ സ്വഹാബിന്റെ ജമാലിയത്ത്, അഴക് നിലനിർത്തി കൊടുക്കണമല്ലാ. നല്ല ഭംഗി, ഏത് പ്രായത്തിലും നല്ല ഭംഗി, നല്ല ആരോഗ്യം നിലനിർത്തിക്കൊടുക്കും. നമ്മളിങ്ങനെ ഒരു 75ഉം 80ഒക്കെ ആയി ഇങ്ങനെ നിൽക്കുമ്പോ നമ്മളെ ഇണ ഒരു 18ന്റെ പവറിൽ നിൽക്കുമ്പോൾ അത് കാണുമ്പോ തന്നെ നമുക്ക് പൗതി മരുന്ന് മതിയാകും. മരുന്ന് കുടിക്കുന്ന ആളാണെങ്കിലും ക്ഷീണമുള്ള ആളെ 3/4 ഭാഗം ക്ഷീണവും മാറിപ്പോകും അവർ നല്ല നല്ല അന്തസ്സിൽ നിൽക്കുമ്പോ. അപ്പൊ ദ്വാരക്കുന്നതല്ലേ നല്ലത്. അല്ലാഹുമ്മ ജമ്മിൽഹു എന്ന് തങ്ങൾ ദ്വാ ചെയ്തു. നല്ല അഴക്, നല്ല ഭംഗി നിലനിർത്തി കൊടുക്കണം. ആ ദ്വാരനതിന് ശേഷം ആ മുടി ഉപേക്ഷിച്ചു. എന്നിട്ട് തങ്ങൾ ആ വെള്ളം കുടിച്ചു. ചിലർ കുടിക്കൂല. നജസാണോ അത്? നജസല്ലല്ലോ അത്. കുടിക്കൂല എന്നല്ല, പിന്നെ ആ നേരത്തുള്ള ഒരു ഭക്ഷണവും സംഗതി കിട്ടിയത് ഒരു എന്തെങ്കിലും ഒരു അപ്പത്തിൽ നിന്നോ മറ്റോ ഒന്നാണെങ്കിൽ അതിന്റെ കൂടെയുള്ള മറ്റൊന്നും കഴിക്കൂല. പിന്നെ സങ്കല്പിക്കണം, അതിലൊക്കെ മുടിയുണ്ട്. കിട്ടിയത് ഒന്നിൽ നിന്നാണ്, മറ്റേതിലൊന്നുമില്ല. പക്ഷെ ഇവരെ ദേശത്തിന്റെ ഊക്കാണത്. സഹിക്കണം സഹോദരങ്ങളെ. ഉപ്പമാരോട് ഞാൻ പറയുന്നു, സഹിക്കണം, ക്ഷമിക്കണം. പലയിടത്തുനിന്നും കേൾക്കുമ്പോ ബേജാറായി പോകും. അപ്പൊ പിന്നെ അങ്ങനെ ചിന്തിച്ചു, ഇമ്മാതിരി കയർത്താല് മനസ്സിന് വേദന വന്നിട്ട് പിന്നെ എങ്ങനെ കുറെ ആൾക്കാർ ജീവിതം അവസാനിപ്പിക്കാതിരിക്കുക?
അങ്ങനെ ചൂടാകാൻ പാടില്ല. ചൂടാകേണ്ട ഒരു വിഷയമേ അല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വെള്ളം കുടിച്ചു. സ്വഹാബത്ത് പറയുന്നു 93 പ്രായത്തിൽ അംർ ഇബ്നു അഖ്തബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. താടിയിലോ തലയിലോ ഒരൊറ്റ രോമവും നരബാധിച്ചിട്ടില്ല. 93 പ്രായത്തില്. അതല്ലേ തങ്ങൾ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ജമ്മിൽഹു, നല്ല ജമാലിയത്ത്, നല്ല ഭംഗി നിലനിർത്തി കൊടുക്കണേ അല്ലാ. ഭക്ഷണത്തിലല്ലെങ്കിലും കുറ്റം പറയാൻ നമുക്ക് എന്ത് അവകാശമുണ്ട്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലിക്കെതിരാണത്. തങ്ങളെ സ്വഭാവം പഠിപ്പിച്ചപ്പോൾ ഒരൊറ്റ ഭക്ഷണത്തെയും ഒരിക്കലും തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഒരൊറ്റ ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഇനിഷ്തഹാഹു അകലഹു, താല്പര്യമുണ്ടെങ്കിൽ തങ്ങൾ ഭക്ഷിക്കും. വഇല്ലാ തറക്കഹു, അല്ലെങ്കിലോ തങ്ങളത് ഉപേക്ഷിക്കും. സഹോദരങ്ങളെ, ആ തരത്തിലുള്ള നല്ല ക്ഷമ പാലിക്കണം. താല്പര്യമുണ്ടെങ്കിൽ തങ്ങൾ ഭക്ഷിക്കും. വഇല്ലാ തറക്കഹു, താല്പര്യമില്ലെങ്കിലോ തങ്ങൾ വേണ്ടാന്ന് വെക്കും. എന്നാലും ഒരൊറ്റ ഭക്ഷണത്തെയും കുറ്റം പറയുന്ന സ്വഭാവം ഇല്ല. നമ്മുടെ കൂട്ടത്തിൽ ചിലരുടെ സ്വഭാവം എന്താണെന്നറിയോ നിങ്ങള്? ഭക്ഷണം കഴിക്കാൻ അവർ ഇരിക്കും. ഓരോന്നിന്റെയും ടേസ്റ്റ് നോക്കിയിട്ട് ഇത് പാകപ്പെടുത്താൻ എന്തൊരു പ്രയാസമുണ്ട്, എത്ര സമയം ചെലവഴിച്ചിട്ടുണ്ട്, എന്തെല്ലാം വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചാണ് ഇതൊക്കെ പാകപ്പെടുത്തിയത്. അൽഹംദുലില്ലാഹ്, സന്തോഷം പറയുന്നതിന് പകരം നമ്മളെ മനസ്സിൽ തോന്നുന്നു, എന്റെ പൈസ കൊണ്ട് ഇത്രയും ചെലവാക്കിയിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇങ്ങനൊക്കെയാണോ ചെയ്തത്? അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഈ ഭക്ഷണത്തെ നല്ലതായി പറഞ്ഞ് വേണ്ട എങ്കിൽ വേണ്ടാന്ന് വെക്കണം. അതിൽ നിന്ന് മാറിയിട്ട് നമ്മിൽ ചിലരുടെ സ്വഭാവം കഴിക്കുന്നതോടൊപ്പം കുറ്റം പറയും. ഈ മീന് പൊരിച്ചത്, മറ്റേത് വറുത്തത്, മറ്റേത് മുളിട്ടത് ഒന്നും ശരിയായിട്ടില്ല എന്ന് പറയും. എന്തെല്ലാമോ കാട്ടിക്കൂട്ടി എന്ന് പറയും. പറയുന്ന സമയത്ത് ഒരു പക്ഷേ അടുക്കളയിൽ നിന്നത് കേൾക്കുന്ന ഉമ്മ, അല്ലെങ്കിൽ സഹോദരിമാര്, അല്ലെങ്കിൽ ഭാര്യ, അവര് ചിന്തിക്കും അൽഹംദുലില്ലാഹ്, ഏതായാലും ഉച്ച നേരത്തേക്കൊന്നും ശരിയായിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. വൈകുന്നേരമാകുമ്പോ ഒക്കെ ശരിയാക്കി റീകണ്ടീഷൻ ചെയ്ത് മുളകും മറ്റൊക്കെ പാകപ്പെടുത്തി നല്ല രൂപത്തിൽ കൊടുക്കാം. പക്ഷേ പ്ലേറ്റ് എടുക്കാൻ വേണ്ടി മേശപ്പുറത്ത് വന്നു നോക്കുമ്പോ പൊരിച്ചത് ഒരൊറ്റ കഷ്ണവും ബാക്കിയില്ല, മുള്ളു മാത്രം ബാക്കി, വറുത്തതും ബാക്കിയില്ല. പറഞ്ഞതോ കുറ്റം പറഞ്ഞത് മുഴുവനും പറഞ്ഞിട്ടുണ്ട്, കഴിക്കാനുള്ളതോ മുഴുവനും കഴിച്ചിട്ടുണ്ട്. ആ സ്വഭാവം ശരിയല്ല, അത് നല്ല സ്വഭാവമല്ല. സഹനത്തോടെ താല്പര്യപ്പെടുമെങ്കിൽ ഭക്ഷിക്കണം, അല്ല വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ അത് ഉപേക്ഷിക്കണം. ആ ശൈലിയാണ് സ്വീകരിക്കേണ്ടത്. എല്ലാ സ്ഥലങ്ങളിലും സഹനം പാലിക്കണം. അതേ സഹോദരങ്ങളെ, ചിലയിടങ്ങളിലൊക്കെ ഭാര്യമാരെ ഭർത്താക്കന്മാര് കാത്തിരിക്കേണ്ടി വരും. ചില സന്ദർഭങ്ങളിൽ കാത്തിരിക്കുമ്പോ നമ്മളവരെ പഴിച്ചുകൊണ്ട് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. ചിലപ്പോണ്ട് അങ്ങനെ നമ്മൾ ഒരുങ്ങും പോലെ ഒരുങ്ങിയാ പോരല്ലോ അവർക്ക്. നമുക്കൊരു തുണിയും കൊടുത്ത് ഒരു ഷർട്ട് ഇട്ടാ കഴിഞ്ഞില്ലേ? ഒരു 5-10 മിനിറ്റ് നമ്മളവരെ കാത്തിരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ കുടു സുബ്ഹാനല്ലാഹ്. അവരതൊക്കെ ഒന്ന് ഒരുങ്ങി റെഡിയാക്കി സെറ്റപ്പായി വരണ്ടേ? കുറച്ചു നേരം ഒന്ന് സഹിക്കണം. സഹിക്കേണ്ടിടത്തെല്ലാം സഹിക്കണം. നിങ്ങളിൽ 2 സ്വഭാവമുണ്ട് എന്ന് മുൻദിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ അതിൽ ഒരു സ്വഭാവമാണ് അൽ ഹിൽം, സഹന സ്വഭാവം. സഹനം പാലിക്കുക, സഹിക്കുക. പലയിടത്തും ആ സ്വഭാവം സ്വീകരിക്കുന്നത് കൊണ്ട് വലിയ നേട്ടമുണ്ട്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, എത്ര വലിയ മഹത്വങ്ങളാണ് ഈ വിഷയത്തിൽ നമ്മെ പഠിപ്പിച്ചത്. സഹിക്കാൻ വേണ്ടിയിട്ട് ഉണർത്തിയില്ലേ?